അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്നലെ നമ്മൾ വന്ന ദിവസം ഞാൻ പുറത്ത് വെള്ളമായപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മുടെ വീടിന് ഇൻ്റർലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മുടെ അടുക്കള വശത്ത് കയറി അത്രയും വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കയറി അത്രയും വെള്ളം തന്നെ നമ്മുടെ ഇൻ്റർലോക്കിലില്ല. പക്ഷേ അടുക്കള വശത്തും നമ്മുടെ ഫ്രണ്ട് പോർഷനിലൊക്കെയാണ് കൂടുതൽ വെള്ളമുള്ളത്. നമുക്ക് റോഡ് വഴി നടന്ന് അങ്ങോട്ട് പോകാനോ വണ്ടി പോകുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഫൈബർ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നന്ന് എനിക്ക് ചെടികളൊക്കെ 10-40 ചെടിയോളം ഞാനും പൊന്നും കൂടാണ് ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയത്, പിന്നെ ചെടി മേടിച്ചത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ വിഷ്ണുനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു, വിഷ്ണുവേട്ടാ എൻ്റെ ചെടി എന്തായി നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ ഞാൻ ചെടിയുള്ള പുറകിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. ആ സമയത്ത് ഇതാ കണ്ണമ്മോനെ വഴക്കുണ്ടാക്കിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി. ഇങ്ങനെ മുറ്റത്ത് ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ മുറ്റത്ത് വെള്ളം കണ്ട് അതിലേക്ക് ഇറങ്ങി കളിക്കാനൊക്കെ പൊതുവെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ട് ഇതായപ്പോൾ അവൻ പെട്ടെന്ന് ഇറങ്ങി, ഞാനും ഇറങ്ങിയതുകൊണ്ട് തന്നെ കൂടി ഇറങ്ങി. അപ്പോൾ ഞാൻ തലയിൽ അത് കവർ ഇട്ട് കൊടുത്തിട്ട് മുറ്റത്തോട്ട് ഇറക്കി. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവനങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു തലയൊക്കെ ഇട്ടിട്ട്. അതാണ് അവൻ തലയിലിട്ടിട്ട് ഇറങ്ങിയത്. ഇല്ല ഇല്ല വാ ഇല്ല. എന്ത് പാടി ഇന്ന് പാടി കാവി. ഓട്ടെ ഗൈസ്, ഞങ്ങളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഗൈസ് ഇന്ന്. പക്ഷെ ഞങ്ങൾ ഏത് പരിപാടിക്ക് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും ഇത് ഞങ്ങൾക്ക് മസ്റ്റാണ് ഗൈസ്. കാര്യം ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ വേറെ ഇല്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ വരും. ആ വരുന്നതിന് മുന്നേ ഏട്ടൻ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞേക്കാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളത് കാരണം ഇതും പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. കാര്യം ബാക്കി സാധനങ്ങളൊക്കെ ഇറത്തി ഞങ്ങൾ പുറത്ത് വെച്ചേക്കുന്നത് കയറ്റണം. ഗൈസ്, പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും വല്ല ഔട്ടിങ് പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവർക്ക് കിടക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും ഇനിയിപ്പോൾ നമുക്കൊന്ന് കൈ അഴക്കുകയാണ്, നമുക്ക് കൈക്കൊന്നൊക്കെ റെസ്റ്റ് വേണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇവരിപ്പോൾ അതിനകത്ത് ഇരിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നോ അയ്യോ അവരോട് എന്തെടുക്കുന്ന പറയാൻ ടെൻഷൻ ഉണ്ടോന്ന് അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. കാര്യം നമുക്കിത് അതുപോലെ ഇത് പൊക്കി നോക്കി കഴിയുമ്പോൾ അവരവിടെ എന്തെടുക്കുകയാണെന്ന് കാണാൻ പറ്റും. ഇനി അവർക്ക് നമ്മളോട് സംസാരിക്കണമെങ്കിൽ കൂടി നമുക്കിത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്തരം ടെൻഷൻസൊക്കെ നമുക്ക് ഇതുള്ളതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തള്ളിക്കൊണ്ട് നടന്നാൽ മതി കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഫോണോ കാര്യങ്ങളൊക്കെ ഇടാൻ ബാക്കിലൊക്കെ എൻ്റെ ഓരോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതല്ല ഇതിൻ്റെ അടിയിലുണ്ട് ഈ ചക്രം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് പോലെ സംഭവം ഉണ്ട്. ഇത് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വെച്ചിടത്ത് അനങ്ങ് പോലും ഇല്ല കേട്ടോ. നമുക്ക് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങാം, ഒരു കുഴപ്പമില്ല. കാര്യം അത് അവിടെ നിന്ന് പെട്ടെന്നൊന്നും പോകുന്നില്ല. അതിനിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിടക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ബാക്കിൽ ഇങ്ങനെ ടോയ്സോ നമ്മുടെ ഫോണോ പേഴ്സോ അങ്ങനെയൊക്കെയുള്ള സാധനം ബാക്കിലും സൈഡിലും താഴെയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കത് ക്യാരി ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുക. lovelab.com എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കണ്ണമോൻ അവിടെ തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഞാൻ ഈ ബൊഗൻവില്ലയുടെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. നമ്മളിത് ഇങ്ങനെ ഇരുന്ന് ഉണങ്ങി പോകുന്നതിന് മുന്നേ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് പൂക്കൾ വരുമല്ലോ. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ചുവടെ വളർന്നിട്ടുള്ള പുല്ലൊക്കെ പറിച്ചെടുക്കുമായിരുന്നു. കുറേ നേരമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അവരൊക്കെ കൂടെ ഇങ്ങനെ പിള്ളേർ അവിടെ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മഴ കണ്ട സന്തോഷത്തിൽ. അപ്പോൾ ചെടിയുടെ പരിപാടിയൊക്കെ ഏറെക്കുറെ എൻഡിലെത്തി. ഞാൻ കൊണ്ടുവന്ന ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതേണ്ട അവിടെ കിടന്ന് പൊരിഞ്ഞ കളിയാണ് കേട്ടോ. എൻ്റെ കൂടെ മാമനും വന്നിട്ടുണ്ട്.
കൊണാണ് മാമിക്ക് ഗുറും 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 കയറി മതി മതി കളിച്ചത് കയറിക്കോ. അയ്യോ അപ്പോൾ അടുക്കള വശത്താണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിട്ട് വെള്ളം കയറിയത് കണ്ടോ. നമ്മുടെ അലക്കലിൻ്റെ ഒക്കെ അത്രയും എത്തി വെള്ളം ഇങ്ങനെയാണ് ഈ ഒരു അടുക്കള വശത്തിരിക്കുന്ന സമയത്ത് വിഷ്ണുട്ടൻ്റെ നമ്മൾ ഫൈബർ വെള്ളം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം എടുത്ത പോലെ അല്ല ഇത്തവണത്തെ എടുത്തിട്ടുള്ളത്, അത് കിട്ടാനില്ല. അപ്പോൾ അത് കാരണം ഇതാണ് എടുത്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വിഷ്ണുട്ടൻ അത് കാരണം അതൊന്ന് മട്ടത്തിൽ തുഴഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടനെ കാണുന്നില്ല, ലൈറ്റ് അടിച്ച് ചെറുതായിട്ടേ കാണുന്നുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പുറത്ത് വരുമായിരിക്കും. നമുക്കൊട്ടും ഞാൻ പറയുമായിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത്, ഞാൻ വരുന്നവരെ ഉണ്ടായിരുന്നില്ല. വിഷ്ണുവിനെ എന്നെ കൊണ്ടുവരാൻ വരുമ്പോൾ പോലും മഴയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വീട്ടിലോട്ട് അത്ര വെള്ളം കയറിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ഞാൻ വന്നപ്പോഴേ ഇതുപോലെ വെള്ളം കയറി എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമായിരുന്നു, കുഞ്ചൂസ് വെള്ളം കൊണ്ടാണോ വന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അത്രയും ഇതായിട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ റോഡേലും മുറ്റത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും പെട്ടെന്ന് വെള്ളം കൂടി. വിഷ്ണുവേട്ട തേണ്ടി കണ്ടു പോകുന്നത് നീല ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നത് കണ്ടോ. ശരിക്കും കായൽ പോലെ കിടക്കുക. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടമാണെന്ന് തോന്നത്തേ ഇല്ല. ആ രീതിക്കാണ് നമുക്ക് പാടമൊക്കെ കിടക്കണം കേട്ടോ. കുറേ പേര് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. കാര്യം നമ്മുടെ അകത്തോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല. നമ്മുടെ അടുക്കളയുടെ സ്റ്റെപ്പ് വരെയാണ് വെള്ളം കയറി നിൽക്കുന്നത്. ഫ്രണ്ട് പോർഷൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രണ്ടിൽ എന്താ പിന്നെ ഉറങ്ങിക്കോട്ടോ, ഇത്ര നേരം ഉറങ്ങും. എന്നിട്ട് എന്നോട് ചോദിക്കാൻ അവൻ ഇച്ചിരി നേരം ഉറങ്ങട്ടേന്ന്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇൻ്റർലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ വെള്ളം ഇല്ല, കുറവാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വിഷ്ണുവേട്ട ദേ ഇപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ മാസം അടിച്ച ഒരാൾ വരുന്നുണ്ട്. വരുന്നു, തുഴഞ്ഞ് വരുന്നുണ്ട് ഒരാൾ. വരുന്നു. പിന്നെ അച്ഛ പോകുന്നു. അച്ഛ തുഴഞ്ഞ് പോകുന്നുണ്ടോ തോണിയിൽ? അങ്ങനെ തുഴഞ്ഞ് പോവുക. അച്ഛ കണ്ടോ? സൂപ്പർ. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്പുടും വിഷ്ണുണ്ണും കൂടെ പോകണം. മഴയൊക്കെ മാറിയപ്പോൾ വിഷ്ണുണ്ണൻ പറഞ്ഞു വാ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോന്നു കേട്ടോ. മേടിക്കാം. എൻ്റെ അമ്പുടുവിൻ്റെ ബർത്ത്ഡേ ഈ ഒരു മഴ കാരണം ആകെ കുളമായി. ഞങ്ങൾ ലൈറ്റായിട്ട് ഇവിടെ ഒരു കേക്ക് മുറിച്ചതേ ഉള്ളൂ. നമ്മൾ അവന് വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സൺഡേ നമ്മൾ എല്ലാം വാങ്ങിയതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവൻ്റെ ഒരു കേക്ക് കട്ടിങ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു 6-7 കൊറിയർ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വെള്ളം കുറവുള്ള സൈഡുള്ള വീട്ടിൽ വെച്ചേക്കാണ് ശോഭന ചേച്ചിയുടെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കട്ടെ വൈകുന്നേരത്തെ ആ കൊറിയേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റേ തോണി വിഷ്ണുവേട്ടൻ കൊണ്ടുപോയേക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അതില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ നടന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ അമ്പുടിനെ കൂട്ടി ഞാനും അനന്തും അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനും അനന്തും കാവ്യയും പൊന്നും അമ്പുടും കൂടെ അങ്ങോട്ട് നടന്നു. അപ്പോൾ സന അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ എന്നിട്ട് സനയെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ സന അവിടെ നിന്ന് നമ്മുടെ അടുത്ത് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വല പൊക്കിയപ്പോഴത്തേനും മീനുണ്ടായിരുന്നു. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും മീനുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു കറിക്കുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇത് തന്നെ വെട്ടിക്കറിയും വെച്ചെന്ന് തോന്നുന്നു. വൈകുന്നേരത്ത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു കറി വെച്ചത്. അതെ ഇത് തന്നെയാണ് വെട്ടി കറിയായിട്ട് വിഷ്ണുവേട്ടൻ പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് കറി വെക്കാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെട്ടിയിട്ട് നമ്മൾ ചെമ്പല്ലിയാന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ അതിൻ്റെ പേര് ഓർമ്മയില്ല. ചെമ്പല്ലി തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ അത് കിട്ടിയത് ഞാൻ അവസാനം കാണിക്കട്ടെ. ഞാൻ അവസാനത്തിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ മൂന്നുപേരും കൂടെ അങ്ങനെ ഇത് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് രസമല്ല ഇങ്ങനെ ഓടാൻ. അപ്പോൾ അത് കാരണം അതിൽ പോകാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതേണ്ട കിട്ടിയ മീൻ ഇനി 2 കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കൊറിയറും മേടിച്ച് തിരിച്ചു പോന്നു. വീട്ടിലേക്ക് തന്നെ നടന്നിട്ട് തന്നെ നമ്മൾ പോയത്. കണ്ണമോനെ എടുക്കാനൊന്നും സമ്മതിച്ചേ ഉണ്ടായിരുന്നില്ല.